മതം മാറണമെന്നാവശ്യപ്പെട്ട് മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് കുടുംബത്തിന്റെ പീഡനം. കോഴിക്കോട് സ്വദേശിയായ മുസ്ലിം യുവാവും ആറ്റിങ്ങൽ സ്വദേശിനിയായ ഹിന്ദു യുവതിയുമാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 2022 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹിതരായി. അന്നു മുതൽ മതം മാറണമെന്നാവശ്യപ്പെട്ട് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നതായി യുവതി പരാതിപ്പെടുന്നു. 2019 മുതൽ കോഴിക്കോട് സ്വദേശിയായ മുസ്ലിം യുവാവും ആറ്റിങ്ങൽ സ്വദേശിയായ ഹിന്ദു യുവതിയും ഒന്നിച്ചു ജീവിതം ആരംഭിച്ചെങ്കിലും യുവാവിന്റെ സഹോദരിയുടെ വിവാഹം കഴിയും വരെ നിയമപരമായി വിവാഹം കഴിക്കരുതെന്ന് ഭർത്തൃമാതാവ് ആവശ്യപ്പെട്ടു. തുടർന്ന് 2022 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹിതരായി. അന്നു മുതൽ മതം മാറണമെന്നാവശ്യപ്പെട്ട് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നതായി യുവതി പറഞ്ഞു. അമ്മയുടെ സഹോദരന്റെ ഭാര്യമാരെ എന്നെ കൂട്ടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നിലവിൽ അവിടെ ഇല്ലായിരുന്നു. കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു 3 ദിവസം എന്നെ വീട്ടിൽ അടച്ചിട്ടിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടില്ല. എന്നെ ഫിസിക്കലി മെന്റലി ഒക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെയും ഭർത്താവിനെയും പുറത്താക്കിയതോടെ കോടതി ഉത്തരവോടെ വീട്ടിൽ വീണ്ടും താമസം ആരംഭിച്ചു. വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ച് പീഡിപ്പിച്ചു. ഒടുവിൽ മോഷണ കുറ്റം ആരോപിച്ച് തങ്ങൾക്കെതിരെ കേസ് നൽകി. നിങ്ങൾ ഞാൻ വീട്ടിൽ കയറരുത്, നിങ്ങളുടെ പേരിൽ ഷെയർ ഇല്ല, നിങ്ങൾ ആ വീട്ടിൽ കയറുന്നത് നിങ്ങളുടെ ഉമ്മയ്ക്ക് സമ്മതമല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറി. പക്ഷെ എനിക്ക് വീട്ടിൽ പോലും കിടക്കാൻ പറ്റാതെ ഞാൻ പല ദിവസങ്ങളിൽ ഞാൻ റോഡിലാണ് കിടക്കുന്നത്. പല ദിവസം ഞാൻ എവിടെയെങ്കിലും ലോഡ്ജ് എടുത്തിട്ടോ ഡോർമെറ്ററി എടുത്തിട്ടോ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് എൻ്റെ ഉപ്പയുടെ മറ്റു സഹോദരങ്ങൾ അവരുടെ പേരിലേക്ക് പോയിട്ടുള്ള ഷെയർ എൻ്റെ മകൻ്റെ പേരിലേക്ക് തിരിച്ചെഴുതി തന്നത്. അതായത് എനിക്ക് വീട്ടിൽ തിരിച്ച് കയറി കിടക്കാം, എനിക്ക് ആ ഒരു ഞാൻ എവിടെയെങ്കിലും വയലായി പോവില്ല എന്നുള്ളൊരു ഇതിൽ അവരെനിക്ക് എഴുതി തന്നിരുന്നത്. അപ്പം അത് വെച്ച് ഞാൻ വീട്ടിൽ കയറിയപ്പോഴും അവർക്ക് അടുത്ത പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഒരു മൂലയിൽ തന്നെ നിൽക്കണം, ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാൻ പറ്റില്ല, അടുക്കളയിൽ നിന്ന് അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഭാര്യയുമായി അകന്നു നിന്ന സമയത്ത് വീടിന് മേൽ തനിക്കുള്ള അവകാശം വ്യാജരേഖകൾ ചമച്ച് അമ്മ തട്ടിയെടുത്തെന്ന് യുവാവ് പറയുന്നു. സേവാഭാരതിയുടെ അടക്കം സഹായത്തോടെയാണ് ജീവിച്ചു വരുന്നത്. ഒരു സാഹചര്യത്തിലും മതം മാറാൻ തയ്യാറല്ലെന്നും യുവതി പറയുന്നു. ജനം, കോഴിക്കോട്.